എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമസ്കാരം. ഈ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയുടെ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. അങ്ങനെ സെക്കൻഡ് പാർട്ട് ഒന്നും ചെയ്യേണ്ടുന്ന ഒരു വീഡിയോ ആയിരുന്നില്ല അത്. പക്ഷെ അതിന്റെ കമന്റ് ബോക്സ് അത്യാവശ്യം സജീവമാണ്. ഇന്നും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടക്കുന്നു. മല്ലു അനലിസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് മെൻഷൻ ചെയ്യുന്ന ആളുകളുണ്ട്. കുറച്ച് ആളുകൾ ഒഫൻഡഡ് ആവുന്ന തരത്തിലാണ് ആ ഒരു ടോപ്പിക്ക് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ പോവേർട്ടി, ദാരിദ്ര്യം എന്ന് പറയുന്ന ഒരു വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്കൊക്കെ അത്യാവശ്യം ഇഷ്ടക്കേടുള്ള ഒരു വേർഡാണിത്. നിങ്ങൾക്ക് അല്ലെങ്കിൽ എനിക്ക് പൈസ ഇല്ലാത്ത സാഹചര്യങ്ങളിലും ഒരാൾ നമ്മളെ നോക്കിയിട്ട് നിങ്ങൾ ദരിദ്രനാണല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടില്ല, നമ്മൾ ഒഫൻഡഡ് ആവും. നമുക്ക് ഇഷ്ടമില്ല നമുക്ക് അങ്ങനെ ഒരു ദാരിദ്ര്യം ഉണ്ട് എന്ന് അറിയിക്കാനായിട്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഒരു ടോപ്പിക്ക് വരുന്നതും ആ ഒരു ടോപ്പിക്കുമായി നെഗറ്റീവ്ലി കണക്ട് ആയിരിക്കുന്ന ആളുകൾ ഈ പോവേർട്ടി എന്ന് പറയുന്ന വാക്ക് കേട്ടതും നെഗറ്റീവ്ലി കണക്ട് ആവുക കുറേയധികം ആളുകൾക്ക് ട്രിഗർ ചെയ്തിട്ടുണ്ടാവും. അത് വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഈ കഴിഞ്ഞ ദിവസം ഓൾ വി ഇമാജിൻ എസ് ലൈറ്റ് എന്ന് പറയുന്ന മൂവിയിലെ ഒരു പെർട്ടിക്കുലർ സീനിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചത്. അത് ആസ്വദിക്കുന്നത് തെറ്റാണോ? അത് തെറ്റൊന്നുമല്ല. എല്ലാ ആളുകളും ആസ്വദിക്കും. നഗ്നത എസ്പെഷ്യലി ആളുകൾ ആസ്വദിക്കാറുണ്ട്. ആഘോഷിക്കുന്നതാണ് പ്രശ്നം. നമ്മൾ ആഘോഷിച്ചതിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഒരു കാര്യം നമ്മൾ എപ്പോഴാണ് ആഘോഷിക്കുന്നത്? നിങ്ങൾ ഒരു കാറ് ജീവിതത്തിൽ ആദ്യമായിട്ട് വാങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു ആഘോഷം അതുമായി ബന്ധപ്പെട്ട് നടത്തും. രണ്ടാമത്തെ കാറ് വാങ്ങുന്ന സമയത്തും മൂന്നാമത്തെ കാറ് വാങ്ങുന്ന സമയത്തും നാലാമത്തെ കാറ് വാങ്ങുന്ന സമയത്തും ആഘോഷം ഇങ്ങനെ കുറഞ്ഞു വരും. കാരണം എന്താണ്? നമുക്കത് പുതിയൊരു കാര്യമല്ല, നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. നമ്മളത് കമ്മ്യൂട്ടിന് വേണ്ടി ആശ്രയിക്കുന്ന ഒരു സംഗതിയാണ്. ഈ ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാവുന്ന കാര്യങ്ങൾ, നമ്മൾ നേടിയെടുക്കുന്ന കാര്യങ്ങളിലാണ് ആഘോഷം ഉണ്ടാവുന്നത്. ഈ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പിൽ ആഘോഷം ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? അവിടെയാണ് നമ്മൾ സെക്ഷൽ പോവേർട്ടി എന്ന് പറയുന്ന ഒരു കാര്യം പറയുന്നത്. സ്ഥിരമായി ആസ്വദിക്കുന്ന ഒരു കാര്യത്തിൽ, സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ ആഘോഷത്തിന്റെ ആവശ്യമില്ല. വല്ലപ്പോഴും കാത്തിരുന്ന് കണ്ട ഒരു കാര്യത്തിലാണ് ആഘോഷം ഉണ്ടാവുന്നത്. സെക്ഷൽ പോവേർട്ടി എന്ന് പറയുന്ന ഒരു കാര്യത്തെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഡിസ്കഷൻ ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട്. അത് ഏരിയയിലേക്ക് അടുപ്പിക്കേണ്ട, അത് ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റത്തില്ല. വിത്ത് സിമ്പിൾ ചിന്ന എക്സാമ്പിൾ കൂടെ ഞാനത് പറഞ്ഞു തരാം. ഞാൻ ആ ഒരു വീഡിയോയിൽ, കഴിഞ്ഞ ദിവസം ചെയ്ത ആ ഒരു വീഡിയോയിൽ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, വിവാഹത്തിന് മുൻപ് വരെയെങ്കിലും ഇവിടെയുള്ള ഒരു മജോറിറ്റി എസ്പെഷ്യലി മെയിൽസ് പോൺ വീഡിയോസ് കാണാറുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ കൂട്ടുകാർ കണ്ടിട്ടുണ്ട്, മിക്കവാറുള്ള ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവും. വിവാഹത്തിന് മുൻപ് വരെയെങ്കിലും സുഖകരമായിട്ടുള്ള ഒരു ദാമ്പത്യ ജീവിതമാണ് എന്നുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യം പല ആളുകൾക്ക് ഉണ്ടാവാറില്ല. അതുകൊണ്ടാണ് വിവാഹത്തിന് മുൻപ് വരെ എന്ന് പറഞ്ഞത്. അപ്പോൾ വിവാഹത്തിന് മുൻപ് എന്തുകൊണ്ടാണ് ഇത് കാണേണ്ട ഒരു ആവശ്യം വരുന്നത്, അല്ലെങ്കിൽ കാണാൻ തോന്നുന്നത്? നമുക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, അതൊരു ആസ്വാദനമാണ്. ഞാൻ പോൺ വീഡിയോ കാണാറുണ്ട് എന്ന് പറഞ്ഞിട്ട് ആളുകൾ ആഘോഷിക്കാറുണ്ടോ? ഇല്ല, പൊതുവിൽ ആളുകൾ ആഘോഷിക്കാറില്ല. മെൻ സർക്കിളുകൾക്കിടയിൽ ചിലപ്പോൾ ഡിസ്കഷൻ ഉണ്ടാവാറുണ്ട്. എപ്പോഴാണ് ഇതൊരു ആഘോഷമാവുന്നത്? നിങ്ങൾക്ക് ഇത് ആഘോഷമായിട്ട് തോന്നിയ ഒന്ന് രണ്ട് ഇൻസിഡൻസ് ഞാൻ എടുത്തു പറയാം. അപ്പോഴാണ് ഈ സെക്ഷൽ പോവേർട്ടി എന്ന് പറയുന്ന കാര്യം കണക്ട് ചെയ്യാനായിട്ട് പറ്റുക. കേരളത്തിൽ ഒരു IT പാർക്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു പെൺകുട്ടിയുടെ വീഡിയോ ലീക്കായി. ആ ഒരു വീഡിയോ തുളസിയക്ക എന്നൊക്കെ പേരിട്ട് വിളിച്ച് എപ്പോഴും ആളുകൾ തിരയുന്നത് കാണാം, അത് ആഘോഷിക്കുന്നത് കാണാം. വേറെ എന്തോരം പോൺ വീഡിയോസ് ഉണ്ട്. എന്തുകൊണ്ടാണ് ആളുകൾ ഇത് ആഘോഷിക്കുന്നത്? അവിടെയാണ് നമ്മളുടെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചിട്ട് പറയേണ്ടത്. നമ്മുടെ നാട്ടിലുള്ള ഒരു പെൺകുട്ടിയുടെ വീഡിയോ ലീക്കായി. ഒരു പെൺകുട്ടിയുടെ നഗ്നത 10 പേര് കണ്ടു. പിന്നെ അത് പൊതു സ്വത്താണ്. അവൾ പിഴച്ചവളാണ്, അവൾ കൊള്ളത്തില്ല. ഇനി അവളെ നമുക്ക് ധൈര്യമായിട്ട് അപ്രോച്ച് ചെയ്യാം, അവളെക്കുറിച്ചിട്ട് എന്ത് വൃത്തികേട് വേണമെങ്കിലും പറയാം എന്നുള്ള ഒരു കോൺഫിഡൻസിന്റെ പുറത്താണ് ഇത് മൊത്തം പറഞ്ഞു വരുത്തുന്നത്. അപ്പോൾ ഈ പറഞ്ഞു വരുത്തുന്ന സമയത്ത് ഇവൻ ചെയ്യുന്നത് മഹാവൃത്തികേടാണെന്നുള്ളത് ഇവനറിയാം. മറ്റൊരാളുടെ ഒരു പ്രൈവസി, അവരുടെ റൈറ്റ്സ് ഒക്കെ വയലേറ്റ് ചെയ്യുന്നതാണെന്ന് അറിയാം. പക്ഷെ അവന്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് സമൂഹം ഇവളെ മോശക്കാരിയായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇവളുടെ പേരിൽ എന്ത് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇത്തരത്തിൽ വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളുടെ മുൻപിലേക്ക് അവരുടെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാൾ വരുമ്പോൾ ഉണ്ടാവുന്നതാണ് ഈ വലിയ ആഘോഷം എന്ന് പറയുന്നത്. ഇപ്പൊ ദിവ്യപ്രഭ എന്ന് പറയുന്ന നടിക്കെതിരെ കഴിഞ്ഞ ദിവസം ഉണ്ടായ സദാചാര ആക്രമണം, അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. അത് ഒരു ആസ്വാദനത്തിന്റെ ഭാഗമായിട്ടുണ്ടായതാണ്. ആ ആളുകൾക്ക് വീണ്ടും വീണ്ടും നഗ്നതയൊക്കെ കാണാനായിട്ടുള്ള ഒരു ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് എന്നൊന്നും പറഞ്ഞ് നമുക്കതിനെ നിസ്സാരവൽക്കരിക്കാനായിട്ട് പറ്റത്തില്ല. അത് ദിവ്യപ്രഭ ആയതുകൊണ്ടും അത് മലയാളി ആയതുകൊണ്ടുമാണ് അത്രയധികം ആഘോഷിക്കപ്പെട്ടത്. എത്രയോ ഹിന്ദി സിനിമകളുണ്ട്, എത്രയോ ഹിന്ദി സിനിമകളിൽ ടോപ്ലെസ് ആയിട്ടുള്ള സീനുകളുണ്ട്. ആഘോഷിക്കപ്പെടുന്നുണ്ടോ? ഇല്ല.
നമ്മളുടെ കമ്മ്യൂണിറ്റിയുമായി കണക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ടും ആ ഒരു ഷെയ്മിങ്, സ്ലഡ് ഷെയ്മിങ് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാവുന്നത് കൊണ്ടുമാണ്. എന്തുകൊണ്ടാണ് സ്ലഡ് ഷെയ്മിങ് ഉണ്ടാവുന്നത്? ഒരു സ്ത്രീ അല്ലെങ്കിൽ ആ ഒരു സ്ത്രീയുടെ നഗ്നത അവരുടെ ഒരു പ്രൈവറ്റ് മൊമെന്റ് ലീക്ക് ആകുമ്പോൾ ഉണ്ടാകുന്ന ആഘോഷം എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? ആ ഒരു സ്ലഡ് ഷെയ്മിങ്ങിന്റെ ഒരു ഇതാണ്. അത് ഒരു ലൈംഗിക ദാരിദ്ര്യം തന്നെയാണ്. ദരിദ്രനല്ലാത്ത ഒരാൾക്ക് എന്ന് പറഞ്ഞാൽ തൻ്റെ ലൈംഗിക ജീവിതവും പ്രണയ ജീവിതവും വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ടേക്ക് പോകുന്ന ഒരാൾക്ക്, അതൊക്കെ ആസ്വദിക്കുന്ന ഒരാൾക്ക് മറ്റൊരാളുടെ പ്രൈവറ്റ് മൊമെന്റ് ലീക്ക് ആവുന്ന സമയത്ത് അത്ര വലിയ എക്സൈറ്റ്മെന്റ് തോന്നേണ്ട ആവശ്യമില്ല. ഇതില്ലാത്തത് കൊണ്ടാണ് വലിയ ആഘോഷം ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് തന്നെ നമ്മുടെ കൾച്ചറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന സംഗതിയാണ്. എന്നിട്ട് മലയാളികൾ വെറുതെ ആസ്വദിക്കുകയാണ്, ഇതൊക്കെ എല്ലായിടത്തും ഉള്ളതാണ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ വേറൊരു എക്സാമ്പിൾ പറയാം. സണ്ണി ലിയോണി എന്ന് പറയുന്ന നടി, സണ്ണി ചേച്ചിയാണ്. ഉദ്ഘാടനത്തിനൊക്കെ വന്നു കഴിഞ്ഞാൽ കാണാനായിട്ട് ഇഷ്ടംപോലെ തിരക്കുണ്ട്. അവരെ സ്ലട്ട് ഷെയിം ചെയ്യുന്ന കമൻറ്റുകൾ നിങ്ങൾക്കധികം കാണാനായിട്ട് പറ്റുമോ? അവർ ഇന്ത്യക്കാരിയാണ് എന്നുള്ളത് വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ഇവിടെ ഒരു പബ്ലിസിറ്റി നേടിയത്. അതിനു മുമ്പ് അവർ വിദേശ നീല ചിത്രത്തിലെ നായികയായിരുന്നു. ഇതിനു പിന്നിൽ വേറെയും രസകരമായിട്ടുള്ള സോഷ്യൽ സൈക്കോളജി ഉണ്ട്. നമ്മളും ഈ പറയുന്ന സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് വന്ന ആളായതുകൊണ്ട് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയാൻ പറ്റും. ഞാൻ വിദേശത്തു നിന്നുള്ള ഫോറിനൊക്കെ കാണുന്ന ആളാണ്, ലോക്കലൊന്നും കാണാത്ത ആളാണ് എന്ന് ഒരു കാലത്ത് അഭിമാനിക്കാൻ വേണ്ടിയാണ് എനിക്ക് സണ്ണി ലിയോണി അറിയാം, വേറെ 1-2 ആളുകളെ അറിയാം, എനിക്ക് ജോണിയെ അറിയാം എന്നൊക്കെ പറയുന്നത്. ഇനി വേറൊരു സംഭവം, ഈ ജോണി സിൻസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചിലപ്പോൾ കമൻറ്റ് ബോക്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരു വിദേശ പോൺ താരാണ് അദ്ദേഹം, ഒരു ആണാണ്. അദ്ദേഹത്തെ ഒരു കരുത്തിൻ്റെ പ്രതീകമായി കണക്കാക്കുന്ന മലയാളികൾ അവരുടെ ടൂറിസ്റ്റ് ബസ്സുകളിലും അവരുടെയൊക്കെ സ്റ്റാറ്റസുകളിലുമൊക്കെ ഇദ്ദേഹത്തെ പതിപ്പിക്കാറുണ്ട്. വലിയ സംഭവമല്ലാതെ സന്തോഷകരമായിട്ടുള്ള സംതൃപ്തമായിട്ടുള്ള ഒരു ലൈംഗിക ജീവിത ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകൾക്ക് ഒരു പോൺ മൂവിയിലെ ഒരു ആക്ടർ വലിയൊരാളാവേണ്ട ആവശ്യമില്ല. ഈ സെക്ഷൽ പോവേർട്ടി മലയാളികൾക്കില്ല. ഈ പറയുന്ന സദാചാര ആക്രമണമൊക്കെ ആസ്വാദനമാണ് എന്ന് നോർമലൈസ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇഷ്ടംപോലെ എക്സാമ്പിൾസ് നിങ്ങൾക്ക് ചുറ്റിനും നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും. അത്രയധികം ദരിദ്രരാണ്. ഈ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയിൽ ഈ ദിവ്യപ്രഭ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു വീഡിയോ ക്ലിപ്പ് ആഘോഷിച്ച ഒരുത്തൻ്റെ പോസ്റ്റ് ഞാൻ ഉൾപ്പെടുത്തിയിരുന്നു. അപ്പോൾ അവൻ എനിക്ക് മെസ്സേജ് അയച്ചു, ബ്രോ പുതിയ വീഡിയോയിൽ എൻ്റെ പ്രൊഫൈൽ എടുത്ത് കാണിച്ചത് എന്തിനാണെന്നൊന്ന് പറയാമോ? ആ പോസ്റ്റ് മോശമാണെങ്കിൽ അത് കാണിച്ചോളൂ, എൻ്റെ പ്രൊഫൈൽ എടുത്ത് കാണിക്കേണ്ട കാര്യമുണ്ടോ? എനിക്കതിൽ പ്രോബ്ലം ഒന്നുമില്ല, ബട്ട് അങ്ങനെ ചെയ്യുന്നത് റോങ് അല്ലേ? ഒരാളുടെ പ്രൊഫൈൽ അവരുടെ അനുമതി ഇല്ലാതെ കാണിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ റൈറ്റ്സിനെ കുറിച്ചിട്ട് കുറച്ച് അറിവുണ്ട്. ഒരാളുടെ പ്രൊഫൈൽ എടുത്ത് കാണിക്കുന്നത് ശരിയല്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ബോധപൂർവം അവഗണിച്ച ഒരു പ്രൊഫൈലുണ്ട്, ഐഡൻറ്റിറ്റി ഉണ്ട്. അത് ആ ഒരു സിനിമയിൽ അഭിനയിച്ച ആക്ട്രസിൻ്റെ ഐഡൻറ്റിറ്റിയാണ്. അദ്ദേഹം ആ ഒരു ഐഡൻറ്റിറ്റി യൂസ് ചെയ്ത് എന്തിനാണ്? ആ സിനിമയെ കുറിച്ചിട്ട് പറയാനല്ല, ആ ഒരു ന്യൂഡ് സീനിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ടെലിഗ്രാം വീഡിയോ ക്ലിപ്പിനെ കുറിച്ചിട്ട് പറയാനാണ്. ആ സിനിമയെ കുറിച്ചിട്ട് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അവിടെ അദ്ദേഹം കോൺഫിഡൻ്റ് ആയിട്ട് ആ ഒരു ആക്ട്രസിൻ്റെ പേര് യൂസ് ചെയ്യുകയും ആ ഒരു പ്രൊഫൈൽ യൂസ് ചെയ്യുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അതാണ് നമ്മളുടെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സംഗതി. പൊതു സ്വത്താണ് എന്നുള്ളൊരു ചിന്തയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക്കായിട്ട് വന്നു ഒരു ന്യൂഡ് സീൻ കാണിച്ചു, ഇനി എന്ത് വൃത്തികേട് വേണേലും പറയാം, എൻ്റെ കൂടെയുള്ള ആളുകളെല്ലാം, ആണുങ്ങളെല്ലാം അതിനെ സപ്പോർട്ട് ചെയ്യും, ഞാനൊരു മാസാണ് എന്ന് എല്ലാ ആൾക്കാരും ചിന്തിക്കും. ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? ദരിദ്രരായിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ ചുറ്റുപാടും ഉള്ളതുകൊണ്ടാണ്. അതേപോലെ തന്നെ മലയാളികൾ തന്നെ വിദേശ സിനിമകൾ കാണാത്ത ആളുകളാണോ? അന്താരാഷ്ട്ര സിനിമകളിലെ ന്യൂഡ് സീനുകൾ ആസ്വദിക്കാത്ത ആളുകളാണോ? കാണാറുണ്ട്. നമ്മൾ ഗെയിം ഓഫ് ത്രോൺസ് ഒക്കെ കണ്ടിട്ടില്ലേ? എന്ത് രസകരമായിട്ടുള്ളതും അയ്യേ എന്ന് തോന്നുന്നതുമായിട്ടുള്ള എന്തോ സീൻസ് അതിനകത്ത് ഉണ്ടായിരുന്നു. ആസ്വദിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു, പറ്റാത്തതുണ്ടായിരുന്നു. വലിയ ആഘോഷമാക്കിയില്ല. എന്തുകൊണ്ടാണ് ആഘോഷമാക്കാത്തത്? ഇങ്ങനെയുള്ള ഒത്തിരി ലേയേഴ്സ് ഉള്ള ഒരു ഏരിയ ആണ് സെക്ഷൽ പോവേർട്ടി എന്ന് പറയുന്ന ഒരു വേർഡല്ലാതെ നമുക്കതിനെ പ്രത്യേകിച്ചൊന്നും യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സെലിബ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സെലിബ്രേഷനാണ്. ഒരു സ്ത്രീയെ സ്ലട്ട് ഷെയിം ചെയ്യുന്നതിൻ്റെ സെലിബ്രേഷനാണ്. നിങ്ങൾക്ക് ആസ്വദിക്കാന്നേ. നമ്മുടെ സ്വകാര്യതയിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ആസ്വദിക്കാം. ഇപ്പോൾ സിനിമയിൽ റേപ്പ് സീനുകൾ പോലും ആസ്വാദകരമായി മാറാറുണ്ട്. അതങ്ങനെ ആസ്വാദകരമാക്കി കാണിക്കരുത് എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പണി എന്ന് പറയുന്ന സിനിമയെ കുറിച്ചിട്ട് പറഞ്ഞത്. കാരണം അത് ആസ്വാദകരം എന്നുള്ള ഒരു രീതിയിലാണ് അവരതിനെ പിക്ചറൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു കാര്യത്തിൻ്റെ ആസ്വാദനം ഉള്ളിൽ മാത്രം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, വ്യക്തിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ആസ്വാദനം എന്ന് പറയും. അത് മറ്റുള്ള ആളുകളിലേക്ക് പങ്കുവയ്ക്കുന്ന സമയത്ത് അതിന് ആഘോഷം എന്ന് പറയും. പങ്കുവയ്ക്കുന്നത് ഒരാളുടെ ഐഡന്റിറ്റി അല്ലെങ്കിൽ ഒരു സ്ത്രീ ശരീരമാണ്, സ്ലട്ട് ഷെയ്മിങ് പോലുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ
അതിന് നമുക്ക് സെക്ഷൽ പോവേർട്ടി എന്ന് തന്നെ പറയേണ്ടി വരും. നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ്. നമ്മുടെ നാട്ടിലറിയാം, ബിഗ് ബോസ് വരുന്ന സമയത്തും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിയാലിറ്റി ഷോ വരുന്ന സമയത്തും അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു സീൻ വരുന്ന സമയത്തും ഉൾപ്പെട്ടിട്ടുള്ളത് സ്ത്രീകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു ലൈംഗിക ചൊവ്വയുണ്ടെന്നുണ്ടെങ്കിൽ ആഘോഷ തിമിർപ്പാണ്. ആ ഒരു ആഘോഷ തിമിർപ്പ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈംഗിക ജീവിതം ഉള്ള അല്ലെങ്കിൽ ആ ഒരു കൾച്ചറുള്ള ആളുകൾക്കിടയിൽ ഉണ്ടാവില്ല. ഇപ്പം വഴിയിൽ നിന്നൊരു പെൺകുട്ടിയും ആൺകുട്ടിയും കൂടെ ഉമ്മ കൊടുക്കുന്നു പബ്ലിക്കായിട്ട്. കേരളത്തിലാണെന്നുണ്ടെങ്കിൽ വലിയ ആഘോഷമാവും, വലിയ വാർത്തയാവും. ഇത് വിദേശത്താണെന്നുണ്ടെങ്കിലോ അവർക്കതൊരു വലിയ വാർത്തയല്ല. ഇങ്ങനെയുള്ള ഒത്തിരി ലേയേഴ്സ് ഉണ്ട്. ആസ്വാദനമൊന്നും ഒരു പ്രശ്നമല്ല. മറ്റൊരാളുടെ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്യാതാണ് എന്നുണ്ടെങ്കിൽ ഒരു വിഷയവുമില്ല. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആസ്വദിക്കുന്നത് അല്ലെങ്കിൽ പോൺ വീഡിയോ കാണുന്നത് ഇതൊക്കെ വളരെ നോർമലായിട്ടുള്ള സംഗതികളാണ്. അതിനകത്തൊന്നും ഒരു പ്രശ്നമില്ല. പോൺ മാസ്റ്റർബേഷൻ എന്നിവയൊക്കെ പാപമാണ് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്ത ആൾക്കാരെ സൃഷ്ടിക്കുന്ന ഒരിടമാണിത്. എന്നാൽ ഇപ്പോൾ സാഹചര്യങ്ങൾ അടുത്ത കാലത്ത് വല്ലതും ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുമോ? ഇല്ല. 35 വയസ്സാവുന്ന സമയത്താണ് സെക്ഷുവലി ഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ സെക്ഷുവലി താല്പര്യങ്ങളുള്ള ഒരാൾക്ക് പോലും ഒരു ലൈംഗിക അനുഭവമൊക്കെ ഉണ്ടാവുന്നത്. അപ്പം അതുവരെ ഇങ്ങനെ പിടിച്ച് അടക്കി വെച്ചിരിക്കുകയാണ്. അപ്പം ആ ഒരു ആളുകൾക്കിടയിൽ ഇതൊക്കെ ഇത്തിരി പ്രശ്നങ്ങളാവും, ഇത്തിരി ആഘോഷങ്ങളാവും. പക്ഷെ അത് മറ്റൊരാളുടെ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ, ഒരു ആർട്ടിനെ ഡീഗ്രേഡ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ആ ഒരു പോവേർട്ടി ഒന്നും ഒരു സൊസൈറ്റി മുഴുവനായിട്ട് ഏറ്റെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് കുറച്ച് ആളുകളിൽ മാത്രം ഒതുങ്ങി നിന്നാൽ മതി. അതുകൊണ്ട് തന്നെ ഈ സെക്ഷൽ പോവേർട്ടി എന്ന് പറയുന്നതിനെ ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റത്തില്ല. 2 പട്ടികൾ ഇങ്ങനെ ചേരുന്നത് കണ്ടാലും കല്ല് പെറുക്കി എറിഞ്ഞ് അതുങ്ങളെ ഓടിച്ചില്ല എന്നുണ്ടെങ്കിൽ സമാധാനം കിട്ടാത്ത ആളുകളാണ് മലയാളികളെന്ന് സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞത് വളരെ ശരിയാണ്. അതുപോലും അലോസരപ്പെടുത്തും. വേണമെന്നുണ്ടെങ്കിൽ ഇരുത്തി ചിന്തിച്ച് ഇതിനെ ഇനിയിപ്പോൾ ഒരു ന്യായീകരണമായിട്ട് ആളുകൾ വരുന്ന സമയത്ത് വേണമെങ്കിൽ പറയും, അത് അനിയന്ത്രിതമായിട്ടുള്ള പ്രജനനം തടയാൻ വേണ്ടിയാണ്, തെരുവ് പട്ടികളുടെ എണ്ണം കൂടുന്നു, ഞങ്ങളങ്ങനെ പ്രിക്കോഷൻ എടുത്തതാണ്. എന്നാൽ മലയാളികൾക്കിടയിൽ കാര്യമായിട്ട് തന്നെ ഗർഭ ചിത്രം എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാവുന്നുണ്ട്. അതുണ്ടാവുന്നത് ഗർഭചിത്രം എന്ന് പറയുന്ന ഒരാളുകളുടെ ചോയ്സാണ്. അതുണ്ടാവുന്നതിൻ്റെ ഒരു റീസൺ എന്താണ്? ഗർഭനിരോധനത്തെക്കുറിച്ചിട്ടുള്ള അറിവില്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അതിനുള്ള പ്രിപ്പറേഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. ഒത്തിരിയധികം കാര്യങ്ങളിൽ ഇവിടെയുള്ള ആളുകൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ആസ്വാദനം അങ്ങോട്ട് മാറ്റിവെക്കുക, പോവേർട്ടി അവിടെ തന്നെ നിൽക്കട്ടെ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾക്ക് വളരെ രസകരമായിട്ടുള്ള ഡിസ്കഷൻസ് ഇനിയും ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് നടത്താം എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നന്ദി.